സർ, ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അവിടെ എന്ത് സംഭവിക്കും? ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണല്ലോ ഈ SIR-മായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും. അപ്പോൾ ഇപ്പോ അവിടെ നിന്ന് വരുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്, പാട്നയില് ലഡുവിനും വമ്പിച്ച വിരുന്നിനുമൊക്കെയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് BJP ക്യാമ്പില്. അപ്പൊ BJPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അവിടുത്തെ കൃഷ്ണ സിംഗ് കല്ലു, അദ്ദേഹം 500 കിലോഗ്രാം ലഡുവിന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ ഒരു രീതിയിലുള്ള ആഘോഷത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴും ലീഡ് ചെയ്യുന്നത് എൻഡിഎ തന്നെയാണ്. ഏർലി ട്രെൻഡ്സ് അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു പോസ്റ്റൽ വോട്ടുകളാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കും. അടുത്ത ഘട്ടത്തിൽ ഏർലി ട്രെൻഡ്സ് വ്യക്തമായിട്ട് NDAയുടെ ഒരു ലീഡാണ് കാണിക്കുന്നത്. പ്രഡിക്ഷൻസ് പറഞ്ഞതുപോലെ എല്ലാം നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 11 സർവേകൾ വന്നു, എക്സിറ്റ് പോൾ സർവേകൾ വന്നു. അതില് 10 എണ്ണത്തിലും ലീഡ് ചെയ്തിരിക്കുന്നത് NDA തന്നെയാണ്. 11ാമത് ആക്സിസിന്റെ ഒരു റിസൾട്ട് വന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം വന്നിരിക്കുന്നത് മഹാഗഡ്ബന്ധന്, മഹാസഖ്യത്തിന് ഭൂരിപക്ഷം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ എത്ര വിശ്വസനീയമാണെന്നറിയില്ല. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മൾ കാണുന്ന പ്രതാപ് യാദവ് ഉണ്ടല്ലോ, പ്രതാപ് യാദവ് കുടുംബത്തിൽ നിന്ന്, ലാലു കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയ, പിണങ്ങിപ്പോയ തേജസ്വിയുടെ ചേട്ടനായിട്ടുള്ള ആ പ്രതാപ് യാദവ്, അദ്ദേഹം മഹുവ മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ ചേട്ടനും അനിയനും തമ്മിലുള്ള മത്സരത്തിൽ മേൽക്കൈ അനിയൻ തന്നെ നേടിയിട്ടുണ്ട്. എങ്കിലും NDAയ്ക്കാണ് ഇപ്പോൾ മേൽക്കൈ വരുന്നത്. 240 മണ്ഡലങ്ങളിലെയും ഒരുമിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് തുടങ്ങിയിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റില് വൻ ഭൂരിപക്ഷം അത് ജയിക്കാനേ പറ്റൂ. കാരണം യാദവ മുസ്ലിം ബെൽറ്റാണ് അവിടെ. അപ്പൊ അവര് വേറൊന്നും ചിന്തിക്കുകയില്ല. തേജസ്വിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ദൃഢപ്രതിജ്ഞയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതില് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയും മുളകും ഒക്കെ സമീപത്ത് തൂക്കിയിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള വിശേഷങ്ങളാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ വരുമ്പോ. ഇപ്പൊ നമ്മൾ അവിടെ ഒരു കാര്യം പറയാനുണ്ട് പ്രജിതേ. അതെ, ഹിന്ദു വിരുദ്ധതയുടെ ഗൗരീശങ്കര ശിഖരമാണ് ഈ തേജസ്വി യാദവെങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. അന്ധവിശ്വാസത്തിന്റെ ഗൗരീശങ്കര ശിഖരത്തിലുമാണ് മനുഷ്യൻ. കണ്ണ് കിട്ടാതിരിക്കാൻ ഈ വന്ന കാലത്ത് ചെറുപ്പക്കാരനാണ്, ക്രിക്കറ്റ് കളിക്കാരനോ, അയാളാണ് ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ തൂക്കിയിട്ട്. ഇനി വേറൊരു കാര്യം, ലഡുവിന്റെ കാര്യം ആദ്യം പ്രജിത പറഞ്ഞു. ലഡുവൊക്കെ 500 കിലോ ഒക്കെ വാങ്ങിച്ചു വെച്ചാ ചിലപ്പോൾ അത് ചീഞ്ഞളിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നമ്മുടെ ആയിക്കോട്ടെ, എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കും, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഉദാഹരണത്തിന് രാജഗോപാൽ ജയിക്കുമെന്ന് പറഞ്ഞ് ലഡുവൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. ജയിച്ചു കയറിയപ്പോ പടക്കവും പൊട്ടി. പക്ഷെ തിരിച്ച് തീരപ്രദേശങ്ങളിലെ വോട്ടിന്റെ റൗണ്ട് വന്നപ്പോ ജയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ ആയിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖറിന്റെ, BJP സംസ്ഥാന അധ്യക്ഷന്റെ ആ ഒരു ഇലക്ഷൻ സമയത്തും അവരും വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ലാസ്റ്റ് മൊമെന്റിലാണ് ആ ഒരു മാറ്റം. അതും തീരപ്രദേശത്താണ് തിരിച്ചടി കിട്ടിയത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ലഡു വാങ്ങി വെച്ചാലും കാര്യമുണ്ടോ എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോ ട്രെൻഡിങ് എന്ന് പറയുന്ന ലീഡ് നില ഇങ്ങനെയാണ്. NDAക്ക് 86 നമ്മളിത് പറയുന്ന സമയത്ത്, MGBക്ക് 57, അതേഴ്സ് 6, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ട്രെൻഡ് കാണിക്കുന്നത് 31 സീറ്റുകളിൽ ഇപ്പൊ JDU മുന്നേറുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വെറും 8 സീറ്റുകളിൽ മാത്രമേ മുന്നേറ്റമുള്ളൂ. ട്രെൻഡാണ് ഇത്, വ്യക്തമായ ലീഡല്ല. JSP 4, CPI ML നക്സലൈറ്റുകൾ അവർ 3 സീറ്റുകളിൽ മുന്നേറുന്നുണ്ട്. CPIക്ക് 1 സീറ്റിൽ മുന്നേറ്റമുണ്ട്. CPM-ന് ഒന്നുമില്ല. അതുപോലെ HAMS എന്നൊരു പാർട്ടിയുണ്ട്, അതിന്റെ 2. AMM സീമാഞ്ചൽ മേഖലയിലാണ്, ഒരെണ്ണത്തിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ JSJD 1, LJ, PRV, ഇങ്ങനെ ചെറിയ ചെറിയ ഈർക്കിലി പാർട്ടികൾ കുറേ ഉണ്ട്. അവയെല്ലാം ലീഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഒരു ട്രെൻഡിന്റെ അനാലിസിസ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തേജസ്വി യാദവ് പറയാണ് എല്ലാവർക്കും നന്ദി, മാറ്റം വരാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന പോലെ ഇഞ്ചോട് ഇഞ്ചാണ്. നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇത് മാറിയാവുന്നതേ. നമ്മൾ പലപ്പോഴായിട്ട് അത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സാറിന് എത്രയോ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ എനിക്കും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളും ഇത് മറിയുന്നത് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന ഏറ്റവും അവസാനം വന്നിട്ട് ഒരു തകിടം മറിച്ചിലുണ്ട്. നമ്മുടെ വാരാണസി തന്നെ
ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ലീഡ് പോയതാണ്. തോൽക്കുമെന്ന് പറഞ്ഞ് പലരും ഇതുപോലെ ലഡ്ഡു പൊട്ടിച്ചിട്ടുണ്ട്, പടക്കവും പൊട്ടിച്ചിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ പലരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെയാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വലിയ സംഭവ ബഹുലമായിരുന്നു. ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ പോകുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്നൊരു ഘട്ടം വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ ഘട്ടം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് റിസൾട്ട് ഇങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അതാണ് ഏറ്റവും ഉദ്വേഗജനകമായിട്ടുള്ളത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്നൊരു ഘട്ടം വരെ എത്തി. ഭൂരിപക്ഷം അവർ നേടും, BJP പരാജയപ്പെടും, ഭൂരിപക്ഷം നേടും NDA മുന്നണി. ഒരു ഘട്ടം വന്നു. കോൺഗ്രസ് ക്യാമ്പുകളിലെല്ലാം വലിയ ആരവവും ഈ പറഞ്ഞ പോലെ പടക്കം പൊട്ടിക്കലും കയ്യടിയും ഒക്കെയായിരുന്നു. ലഡ്ഡു കൊടുത്തു തുടങ്ങിയിരുന്നില്ല, പക്ഷെ നേരെ തിരിഞ്ഞു റിസൾട്ട്. അങ്ങനെ വരാം. ഇപ്പൊ നോക്കുമ്പോ 2025 ഈ തിരഞ്ഞെടുപ്പില് NDAക്ക് 87, അപ്പോ ഒരു 7 സീറ്റിന്റെ, കഴിഞ്ഞ തവണത്തേക്കാൾ 7 സീറ്റിന്റെ വർധനയുണ്ട്. അതേസമയം MGBക്ക് അതിന് 59 സീറ്റാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ അത് 6 സീറ്റ് പുറകിലേക്ക് പോയി, 6 സീറ്റ് കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അതെ, രണ്ട് പാർട്ടികളും ഭയങ്കര ആവേശത്തിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന പോലെ. ഇപ്പൊ നമ്മുടെ ട്രെൻഡ് പ്രകാരം RJDക്ക് 38 ഉള്ളൂ, അതേസമയം BJPക്ക് 39. ഇപ്പോഴത്തെ ഇത് വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവും. പക്ഷെ ആക്സിസ് പോൾ പറയുന്നത് RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുമെന്ന്. അതുപോലെ തന്നെ JDUവിന് 23 സീറ്റിലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രവചിച്ചതുപോലെ JDU രണ്ടാമത്തെ സ്ഥാനമേ ഉണ്ടാവൂ NDA മുന്നണിയിൽ. അപ്പോൾ വേണമെങ്കിൽ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാം, പക്ഷെ അവർ ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. RJDക്ക് 38, BJPക്ക് 39. അങ്ങനെയാണ്. ഇപ്പം നെക്ക് ടു നെക്കാണ്. സാറേ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്കറിയാം, എന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു ട്രെൻഡ് മാറുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ RJD മുന്നിലേക്ക് ഈ അവരുടെ സഖ്യം വരികയാണെങ്കിൽ, MGB സഖ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി കേൾക്കുന്ന വല്ലാത്തൊരു അടിയാവില്ലേ? തീർച്ചയായിട്ടും ആ മുന്നണി കേൾക്കുന്ന വലിയൊരു അടിയായിരിക്കും. തന്നെയല്ല, ഈ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത് സെമി ഫൈനൽ നിന്നാണ്. ഇപ്പോൾ ബീഹാർ ജയിച്ചു കഴിഞ്ഞാൽ NDA മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ട് അവ മഹാസഖ്യത്തിന്, ഇന്ത്യ മുന്നണി എന്നാണല്ലോ ഇത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്, ഇവിടെയാണ് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത്. ആ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചു വീണ്ടും കേന്ദ്രത്തിൽ ഭരണത്തിലേക്ക് വരാം എന്നാണ് കരുതപ്പെടുന്നത്. അവിടെയും വരുന്ന ഒരു പ്രശ്നം, കോൺഗ്രസിന് പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ചെറിയ കക്ഷികളുണ്ടല്ലോ, ചെറിയ കക്ഷികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന കക്ഷികൾക്കായിരിക്കും മേക്ക്, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ ഇവിടുത്തെ RJD, ഇങ്ങനെയുള്ള പ്രാദേശിക കക്ഷികൾക്കായിരിക്കും അവിടെ മുൻതൂക്കം വരുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരു പ്രധാനമന്ത്രി ഞങ്ങളുടേതായിരിക്കും, രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇവിടെ കണ്ടില്ലേ, കോൺഗ്രസിന്റെ ട്രെൻഡ് അനുസരിച്ച് 8 ഉള്ളൂ. ആ സ്ഥാനത്താണ് RJD 29ലേക്ക് പോയിരിക്കുന്നത്. ബംഗാളിലും അങ്ങനെ തന്നെ ആയിരിക്കും സ്ഥിതി. ഇനിയിപ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോഴും അവിടെ എല്ലാം ഈ പ്രാദേശിക കക്ഷികളായിരിക്കും മുന്നിലേക്ക് വരുന്നത്. ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ മൊത്തത്തിൽ കാണുന്നത്. അപ്പോൾ പ്രാദേശിക കക്ഷികളുടെ സഹായത്തോടു കൂടി ഗവൺമെൻറ് രൂപവൽക്കരിക്കുമ്പോൾ കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അതുറപ്പാണ്. ആശങ്ക കൂടിയുണ്ട്. തമ്മി തല്ലി പിരിയുന്ന ഒരു ട്രെൻഡാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ പ്രധാനം രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത്, തീവ്രവാദികൾ വളരുന്നത് അവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ ചില ആൾക്കാർ ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ്. തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് തന്നെ നേരിടാൻ പറ്റുമെന്ന് ഇസ്രായേൽ തെളിയിച്ചു കഴിഞ്ഞു. ശാശ്വത സമാധാനം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വരാൻ കാരണം അതാണ്. ഇവിടെ ചിലർ പറയുന്നത് എല്ലാവരെയും വിളിക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. അരുന്ധതി റോയ് പറയുന്നത് എന്താണ്? അവരെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുകയാണ്. അവർ ഈ മനുഷ്യരെ കൊല്ലുന്നതിനെ കുറിച്ചൊന്നും ആർക്കും ഒരു വിഷമവും ഇല്ല. ഇപ്പൊ നോക്കൂ, ഒരു ഉദാഹരണം തന്നെ പറയും. ഇപ്പൊ ഇതിന്റെ കാരണം ഭീകരവാദികൾ ഇങ്ങനെ തിരിയാം. അവർ ഭീകരവാദികളായതുകൊണ്ടും ഭീകരമായ മനസ്സുള്ളത് കൊണ്ടും ഇബിലീസുകളും ഉണ്ട്, മാലാഖമാരും ഉണ്ട്. ഇവർ ഇബിലീസുകളാണ്. ആ ക്രിമിനോളജി അനുസരിച്ച് ഇവർ ഇബിലീസ് ബോൺ ക്രിമിനൽസ് ആണ്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഇത്രയും സഹായം കൊടുക്കുന്നു, അങ്ങനെയൊന്നും വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. വിശ്വാസത്തിലെടുക്കാൻ പോകുന്നവരെ കൊല്ലുന്ന പരിപാടി പാകിസ്ഥാൻ കണ്ടിട്ടില്ലേ? നമ്മൾ ചർച്ചയ്ക്ക് പോയിട്ടുള്ളപ്പോഴെല്ലാം പ്രതികാരം ചെയ്യുകയാണ് അവർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഇന്ത്യ മുന്നണിയിലുള്ളത്. ഭീകരത പണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് പോലെ വളർന്ന് പന്തലിച്ചതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്.
അങ്ങനൊരു ഗവൺമെൻറ് ഭാവിയിൽ വരികയാണ്. ബീഹാറിലും അത് തന്നെ സംഭവിക്കും. ബീഹാറിൻ്റെ തണലിൽ ഈ ഭീകരവാദം വളരും ഈ മുന്നണി വരികയാണെങ്കിൽ, ആ മുന്നണി, അതായത് മഹാസഖ്യം വരികയാണെങ്കിൽ. കാരണം പ്രീണനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വളം. അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.